അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ടു ഉമ്മാസ് സ്പെഷ്യൽ. എല്ലാവർക്കും സുഖം തന്നെയാണോ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അതെ, ആട്ടിൻ്റെ കാല് റോസ്റ്റാക്കിയത്. അപ്പോൾ നമുക്കത് എളുപ്പത്തിൽ നമ്മളെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കാൻ നോക്കല്ലോ. ആട്ടിൻ്റെ കാലായാലും തലയാണെങ്കിലും ബ്രെയിൻ ആണെങ്കിലും എല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ആട്ടിൻ്റെ കാല് റോസ്റ്റാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് ഉമ്മ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്താനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഈ റോസ്റ്റ് ആക്കുന്നത് നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ കൂടുതൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഞാൻ കുക്കിംഗ് റേഞ്ചിൽ വെച്ചിട്ടാണ് ഞാൻ ഇതിനെ വേവിച്ചെടുത്തത്. അപ്പോൾ എനിക്ക് കുറേ ആയി കേട്ടോ ആഗ്രഹം വന്നിട്ട് ആട്ടിൻ്റെ കാലൊന്ന് റോസ്റ്റ് ആക്കണമെന്ന്. അങ്ങനെ എനിക്കൊരു നല്ലൊരു ആട്ടിൻ്റെ കാല് കിട്ടി. ഏകദേശം ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 4 കിലോനുണ്ടായിരുന്നു. അപ്പോൾ 4 കിലോ കഴിക്കുന്ന ആളൊന്നും നമ്മുടെ വീട്ടിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ കുറേ ഭാഗങ്ങൾ കട്ടൊക്കെ ചെയ്തിട്ട് ഒരു 2 കിലോ വെയിറ്റിൽ ഉമ്മാക്ക് തന്നെ പൊന്തുന്നില്ല ഈ ആട്ടിൻ്റെ കാല്. അപ്പോൾ അതൊരു ഏകദേശം ഞാൻ 2 കിലോ വെയിറ്റിൽ മുറിച്ചിട്ടെടുത്തു. നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് 2 കിലോയിൽ ഉള്ള ആട്ടിൻ്റെ കാലാണിത്. അപ്പോൾ വരയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, കുളിച്ച് മൊഞ്ചത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മസാല ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചാട്ട് മസാല, ചെറിയ ജീരകം, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, മല്ലിപ്പൊടി, എരിവുള്ള മുളകും പിരിയൻ മുളകും. അപ്പം ഇതാണ് മസാലപ്പൊടികൾ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ പപ്പായ ഇല്ല സാധാരണ പച്ച പപ്പായ, പിന്നെ അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ ബദാം. അത് രണ്ടും എല്ലാത്തിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ പൊരിച്ചെടുത്ത ഉള്ളി 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ജ്യൂസും പിന്നെ തൈരും. അപ്പം ഇതിൻ്റെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട്. ഓപ്ഷണൽ മാത്രമാണ് കളറ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാൻ. ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ആദ്യം നമുക്ക് എന്താക്കുക, ബദാമും പപ്പായയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, തൈരും ചേർത്തിട്ട് ചെറുനാരങ്ങയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് നമുക്ക് ഫസ്റ്റ് എടുക്കാം. അപ്പം നന്നായിട്ട് അരച്ചിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാൻ, ഈ നമ്മുടെ പൊടി മസാലകളില്ല അതും ചേർത്തിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കണം. ആ സമയത്ത് നമ്മുടെ പൊരിച്ച ഉള്ളിയും ഓപ്ഷണൽ മാത്രമാണ് കളറ്, ആവശ്യത്തിന് കളറും ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് പിന്നെ ഒരു 5-6 സ്പൂണ് ഓയിൽ, അതായത് നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ഓയിൽ മാത്രം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ റോസ്റ്റ് ആക്കാൻ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് ശരിക്കും നല്ല പേസ്റ്റ് പോലെ അരയണം. ഇനിയാണ് നമ്മുടെ പണി തുടങ്ങുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ നന്നായിട്ട് ഇതിനെ പിടിപ്പിക്കുക. അതായത് നല്ലോണം നമ്മൾ മസാജ് ആക്കൂല അതുപോലെ നന്നായിട്ട് നമ്മൾ മസാജ് ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് പിന്നെ തേച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നില്ല, അതേപോലെ പിടിപ്പിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഉള്ളിലും ഓരോ ഇറച്ചിൻ്റെ പീസിലും നമുക്കിതിൻ്റെ ടേസ്റ്റ് വേണം. ഒന്നാമത് ഇത് എണ്ണയിലൊന്നും ഇട്ടിട്ട് പൊരിക്കാത്തതാണ്. ഇത് മൈക്രോ കുക്കിംഗ് റേഞ്ചിൽ ഞാനിത് ചുട്ടെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ശരിക്കും മസാല പിടിക്കണം. പിന്നെ ഞാനിത് ഓവർനൈറ്റ് ഇത് ഒരു ദിവസം ഫുൾ വെച്ചിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഏകദേശം ഇതിപ്പോൾ 9 മണി, രാത്രി 9 മണിക്കാണ് ഇതിൻ്റെ മസാല പുരട്ടി വെക്കുന്നത്. പിറ്റേന്ന് നമ്മളിപ്പോൾ വൈകുന്നേരം ഒരു 7 മണിക്ക് അങ്ങനെ നമുക്ക് എടുത്തിട്ട് ഇതിനൊന്ന് റോസ്റ്റ് ആക്കാം. അപ്പോൾ നന്നായിട്ട് മസാല പുരട്ടി ഞാൻ നല്ല കാലിൽ ഇങ്ങനെ പിടിച്ച് നമ്മൾ ഉഴുതെടുക്കൂലേ കുട്ടികളെ, അതേപോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു കാര്യം, നമ്മുടെ ഈ അളവിന് അരച്ചെടുത്ത മസാല കംപ്ലീറ്റ് ഈ ബീഫിൽ മട്ടനിൽ നമ്മൾ ചേർക്കണം. അത് മറന്നു പോയത്, കുറേ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എടുത്ത് വെക്കുകയൊന്നും ചെയ്യേണ്ട. അപ്പോൾ നന്നായിട്ട് റോസ്റ്റിൽ നമ്മുടെ മട്ടനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇത് നമുക്കൊരു ക്ലിങ് ഫിലിം ഇട്ടിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു ദിവസം വെക്കുക. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മസാല പരക്കുന്നത് നിങ്ങൾ നോക്കി കേട്ടാ. നല്ലോണം മസാജ് എല്ലാം ചെയ്യാൻ അറിയുന്നതൊക്കെ നല്ലോണം ഇങ്ങനെ പിടിച്ചിട്ടൊന്ന് നല്ലോണം തടവി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്ലിങ് ഫിലിം ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കവർ ചെയ്തിട്ട് വെക്കുക ഒരു ദിവസം. അപ്പോൾ ഇതിനെ നമ്മൾ ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിലാണേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ മസാലയൊക്കെ പരട്ടിയിട്ട് നല്ലോണം ക്ലീൻ ഫിലിമോ അല്ലെങ്കിൽ നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് നമ്മൾ രാത്രിയൊക്കെ ആണല്ലോ ഇതിനെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെ മസാല. നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ.
പിറ്റേന്ന് വൈകുന്നേരം നമസ്കാരമൊക്കെ കഴിഞ്ഞ് മഗ്‌രിബ് നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതിനെടുത്തു. നല്ല കുറച്ച് മുമ്പേ ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒരു 20 മിനിറ്റ് മുമ്പ്. കുറച്ച് തണുപ്പൊക്കെ പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം റെഡി ആയിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെയാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത്, വേറെ പാത്രമൊന്നും ആക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഈ വെള്ളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്സിയൊക്കെ കഴുകിയില്ല, ഇന്നലെ രാത്രി മിക്സി കഴുകിയിട്ട് ആ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഏകദേശം 1 കപ്പ് വെള്ളം എന്തായാലും ഈ മസാലൻ്റെ മുകളിൽ സൈഡിലൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു വെള്ളം മാത്രമാണല്ലോ ഇത് വേകാൻ വേണ്ടി ചേർക്കുന്നുള്ളൂ. അപ്പോൾ ആ 1 കപ്പ് വെള്ളത്തോളം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നമ്മുടെ 220 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത കുക്കിംഗ് റേഞ്ചിൽ ഞാൻ ആദ്യം ഒരു 35 മിനിറ്റ് വേവിക്കാൻ വെച്ചു. അതിനുശേഷം അതിനെ മെല്ലെ തുറന്നിട്ട് എടുത്ത് കേട്ടോ, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണേ ഇതിനെ തിരിച്ചിട്ടൊക്കെ ഇടാൻ. കൈ പൊള്ളിയെന്നൊന്നും പറയണ്ട. അപ്പോൾ ഇതിനെ ഞാൻ എന്താക്കി ഒന്ന് തിരിച്ചിട്ടു. അപ്പം അടിഭാഗം കൂടെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരിച്ചിട്ടിട്ട് വീണ്ടും ഞാനൊരു 35 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ഒന്ന് മസാലയിലൊന്ന് തട്ടി കൊടുക്കണം. പിന്നെ ഇതിൻ്റെ അകത്തൊരു സാധനം ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു അടിപൊളി ടേസ്റ്റാണത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടറ്റോ വാങ്ങിയാൽ ഏറ്റവും ചെറിയ പൊട്ടറ്റോ ഉണ്ടാവില്ല, സാധാരണ കിട്ടുന്നുണ്ട്. ബേബി പൊട്ടറ്റോ ആണെങ്കിൽ നല്ലത് തന്നെ, എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് പൊട്ടറ്റോ, ഒരു 5-10 പൊട്ടറ്റോ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു ടേബിൾ സ്പൂണോളം കുക്കിംഗ് ഓയിലും പിന്നെ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ റോസ്റ്റ് പൊട്ടറ്റോ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാം. വേറൊരു കറിയൊന്നും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുകയൊന്നും ചെയ്യാൻ. എന്നിട്ട് അതിനെന്താക്കാൻ നമ്മളിതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം ഈ പൊട്ടറ്റോയും റോസ്റ്റാവും, നമ്മുടെ ആട്ടിൻ്റെ കാലും റോസ്റ്റാവും. അപ്പോൾ കഴിക്കാൻ നമുക്ക് സ്പെഷ്യലായിട്ട് വേറൊരു കറിയൊന്നും വേണ്ട. അപ്പം നല്ല ടേസ്റ്റാണ് ഈ പൊട്ടറ്റോ കഴിക്കാൻ. അപ്പം നിങ്ങൾ എന്തായാലും അത് ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് ബേബി ടൊമാറ്റോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. വീണ്ടും ഞാൻ എന്താക്കുകയാണ്, പിന്നെ ഒരു 35 മിനിറ്റ്സ് രണ്ടാമതും തിരിച്ചിട്ടതിന് ശേഷം ഞാനൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്കിംഗ് റേഞ്ചിൽ വെച്ചു. എന്നിട്ട് അടച്ചു. ഒരു 35 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എടുത്ത് ഇനി ഒന്നും കൂടി ഇതിനെ തിരിച്ചിടണം. കാരണം നമ്മളിത് കുക്കറിലൊന്നും വേവിക്കാത്തതാണ്, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ എന്താക്കണത് ഒന്നും കൂടി നമുക്കൊന്ന് തിരിച്ച് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ല. ഏകദേശമൊക്കെ ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ വെന്തിട്ടുണ്ട്. എന്നാൽ ഇതൊന്ന് മൊരിയാൻ വേണ്ടിയിട്ടൊന്ന് റോസ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി ഇതിനെ തിരിച്ചിട്ടിട്ട് വീണ്ടും ഞാനൊരു 30 മിനിറ്റ്സ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോഴത്തേക്ക് കഴിയും. കാരണം ഇതിപ്പോൾ 4 കിലോ വെയിറ്റുള്ള ആട്ടിൻ്റെ കാലാണ്. അപ്പോൾ ഒന്ന് വെന്ത് കിട്ടണം, നന്നായിട്ട് ഇങ്ങനെ എതള് പോലെ ഇളകി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടെ. അപ്പോൾ അത് ഏകദേശം ഞാൻ 3 പ്രാവശ്യം, 3ാമത്തെ പ്രാവശ്യം അത് തിരിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ആ 3 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് തന്നെ കറക്റ്റ് പോവുകയാണ്. പിന്നെ ഒരു കാര്യം, നല്ലോണം കെയർ ആക്കണം കേട്ടോ, നല്ല ചൂടുള്ള സാധനമാണ്. അപ്പോൾ ഇതേപോലെ പ്ലക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ചിക്കനൊക്കെ ഇങ്ങനെ പിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് പിടിച്ച് ഒരു ബലം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഇത് ഇളകി വെന്തിന് എന്നാലും ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതിനൊന്നും കൂടെ നമ്മളെന്തായത് അതേ 220 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ശരിക്കും വെന്തിന് എന്നിരുന്നാൽ ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ 30 മിനിറ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് റെഡിയാവും. അപ്പം നല്ല അടിപൊളി നമ്മൾ ആട്ടിൻകാൽ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തൊരു മണം മക്കൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത് റോസ്റ്റ് ആവുമെന്ന്. നന്നായിട്ട് പോകും. 220 ഡിഗ്രിയിലാണ് ഞാൻ കുക്കിംഗ് റേഞ്ച് വെച്ചത്. അത് 220 തന്നെയാണ് ഞാൻ 1.5 മണിക്കൂറോളം വേവിച്ചെടുക്കുകയും ചെയ്തത്. അപ്പം നമ്മളെ സൂപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂല. അപ്പോൾ ഇതിനെ ഒന്ന് പ്ലേറ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ട ഇത് ഇളകിയത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വലിയൊരു തളികയിൽ കുറച്ച് കസിൻ്റെ ഇല പറിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ ഈ കാല് വെക്കാൻ. ഒരു മണമുണ്ട്. ഇതിൻ്റെ ആ മസാലേൻ്റെ ടേസ്റ്റില്ല, ഭയങ്കര ടേസ്റ്റാണ്. അത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ആട്ടിൻ്റെ കാല് വെച്ചത് ഇളകി വന്നിട്ടുണ്ട്, വെന്തിട്ട് ഇറച്ചി അപ്പം അത്രയും നല്ലോണം വെന്തിന്. അപ്പോൾ നിങ്ങൾ വേവില്ല എന്നുള്ള ഒരു സംശയം വേണ്ട. കുക്കറിലൊന്നും വേവിക്കണ്ട. മസാല ഇടുക, മൈക്രോവേവ് ഉണ്ടെങ്കിൽ മൈക്രോവേവിൽ വെക്കുക, OTG ഉണ്ടെങ്കിൽ OTGയിൽ വെക്കുക, കുക്കിംഗ് റേഞ്ച് ഉണ്ടെങ്കിൽ കുക്കിംഗ് റേഞ്ചിൽ വെക്കുക. എങ്ങനെ ഇത് വേവിച്ചെടുക്കുക, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് കക്കരിക്കും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് പ്ലേറ്റ് ഒന്ന് റെഡിയാക്കി ഇനി അതിൻ്റെ അകത്ത് എന്താക്കുക, നല്ല വെന്ത് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ പൊട്ടറ്റോ നമുക്കിടാം. നല്ല ടേസ്റ്റ് കേട്ടോ. ഈ പൊട്ടറ്റോ
ഭയങ്കര ടേസ്റ്റാണ്, ഒരു സംശയമില്ല. കാരണം നമ്മുടെ ഈ മട്ടൻ്റെ ഈ മസാലയൊക്കെ ഈ പൊട്ടറ്റോയിൽ പിടിച്ചിട്ട് തൊലിയൊന്നും കളയണ്ടേ, പൊട്ടറ്റോൻ്റെ അങ്ങനെ തന്നെ എടുത്തിട്ടിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഗ്രേവി ഒരു ചെറിയ പാത്രത്തിൽ, ഗ്രേവിൻ്റെ ടേസ്റ്റ് പിന്നെ ഒരു അപ്പാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അപ്പോഴല്ലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ എന്താക്കണം, എന്നോട് അഭിപ്രായങ്ങൾ പറയുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഷെയർ ചെയ്യുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ ഇതിൻ്റെ ഗ്രേവി നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി ഇതിന് സെപ്പറേറ്റ് നമ്മൾ വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട, ആ പൊട്ടറ്റോ ഈ ഗ്രേവിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പിന്നെ നല്ല അടിപൊളി മട്ടൻ കാലിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാ കറക്റ്റ് ഇൻഗ്രീഡിയൻസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഞാൻ വീണ്ടും പറയാം, നിങ്ങളുടെ അഭിപ്രായമാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ എന്തായാലും ഇതിൻ്റെ കമൻസ് നിങ്ങൾ അയക്കണം. അപ്പം നമ്മൾ റാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, റാൻ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക, എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഇത്. ഇനി ആട്ടിൻ്റെ കാല് കഴിക്കാൻ ഹോട്ടലിൽ പോകണ്ട, പിന്നെ കല്യാണ വീട്ടിൽ പോകണ്ട, ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ നമുക്ക് നമ്മുടെ കിച്ചണിന് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.